ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കപ്പലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി നമ്മുടെ ഇവിടെ മിക്കപ്പോഴും കപ്പൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ജെട്ടിയിലോട്ട് കപ്പൽ വരുന്ന സമയത്ത് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് യാദൃശ്ചികമായിട്ട് ഇവിടെ നമ്മുടെ അറേബ്യൻ സീയുടെ കപ്പൽ കിടക്കുന്ന പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ഏണിയൊക്കെ എടുത്ത് മാറ്റിയത് കണ്ടോ. പാസഞ്ചേഴ്സൊക്കെ കയറി കഴിഞ്ഞു, കപ്പൽ പോകാൻ റെഡിയായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. സമയം ഒരു 2 മണിയൊക്കെ കേട്ടോ. നല്ല വെയിലുണ്ട്. പക്ഷെ ഞാനിപ്പം സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത് കൊണ്ട് വെയിലൊക്കെ കൊണ്ട് എനിക്കിപ്പോൾ ശീലമായേ. പക്ഷേ നമ്മൾ ഈ വെയിൽ കൊള്ളുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ടാൻ അടിക്കും, നല്ല രീതിയിൽ ബ്ലാക്ക് കളറാവും നമ്മൾ കേട്ടോ. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കണാകും. അപ്പം നമുക്കിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫിഷിങ്ങിൻ്റെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുമല്ലോ. ഫിഷ് ഒരുപാട് വന്നിറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഏണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രെയിന് തിരിച്ചു പോവുകയാണ് കേട്ടോ. പാലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഏണിയൊക്കെ എടുത്തു. ഇനി കപ്പൽ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അഗത്തി നമ്മുടെ ജെട്ടിയിൽ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ഈ കപ്പൽ പോകുന്നത് ഇനി കവരത്തി, പിന്നെ ബിത്തിര, ചെത്തിലത്ത്, പിന്നെ നമ്മുടെ കിൽത്താൻ, അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2-3 പേരെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കൂടെ കൂടിയതാണ്. ഇന്ന് സ്കൂളില്ലായിരുന്നോ? പിന്നെ ഉച്ച തൊട്ടില്ല. ഇത് എന്തൊക്കെയാ കാണുന്നു. മുമ്പ് പറഞ്ഞ് മെട്ടിയെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ പോവുകയാണോ, ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വന്നു. അങ്ങനെ അവർ 4 പേരും എൻ്റെ കൂടെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 5 പേരും കൂടെ കുറേ സമയം ഇവിടെ നിന്നു. മറ്റേ നമ്മൾ കപ്പലൊക്കെ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ കയർ, അതായത് കപ്പൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയേക്കുന്ന റോപ്പൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ റോപ്പ് കെട്ടിയേക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകരുതെന്ന് അവർ പ്രത്യേകം പറയും. കാരണം ചില സമയങ്ങളിൽ കടൽ റഫൊക്കെ ആവുന്ന സമയത്ത് ഈ റോപ്പ് തന്നെ പൊട്ടിപ്പോകും. ആ പൊട്ടുന്ന സമയത്ത് ഇത് ആഞ്ഞു വന്ന് ഇനി നമ്മളൊക്കെ അടുത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് അടിക്കും കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകരുതെന്ന് ഈ പുറത്ത് നിൽക്കുന്നവരും കപ്പലിലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയും കേട്ടോ. റോപ്പിൻ്റെ അടുത്തേക്ക് പോകല്ലേ എന്ന് നമ്മളോട് പറയും. അപ്പോൾ ഈ ഒരു സൈഡിലെ റോപ്പൊക്കെ അയച്ചു കഴിഞ്ഞു. അപ്പുറത്തെ സൈഡിലെയും റോപ്പ് അഴിച്ചത് റോപ്പ് പോകുന്നുണ്ടോ. ഇനി അവരവിടെ നിന്ന് അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായില്ലേ ഈ കപ്പൽ പോകുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ MV അറേബ്യൻ സീ ആണ് ഇത് കേട്ടോ കപ്പൽ. അപ്പം നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കപ്പൽ കേട്ടോ. അതേ കണ്ടോ, പിന്നെ ആടി പോകുന്നുണ്ട്. അപ്പോൾ റോപ്പൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കപ്പൽ നമ്മുടെ ജെട്ടിയുടെ അടുത്തുനിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കപ്പലിൽ കയറിയവരൊക്കെ പുറത്ത് നിൽക്കുന്ന അവരുടെ ആൾക്കാർക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ റോപ്പ് അവർ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കപ്പൽ മൂവ് ചെയ്യുകയും ചെയ്യും, ഈ റോപ്പ് അവർ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് 11-ാം തീയതി ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഈ ഷിപ്പ് ഇവിടുന്ന് പുറപ്പെട്ടത്. 13-ാം തീയതിയാണ് ഇത് കൊച്ചിക്ക് എത്തുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ 3 ദ്വീപുകളിൽ പോയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ചില ദിവസം ഒരു ദിവസം, ചിലപ്പോൾ 2 ദിവസമൊക്കെ ഷിപ്പിൽ യാത്ര ചെയ്തിട്ട് വേണം കൊച്ചിയിലേക്ക് പോകേണ്ടത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കറങ്ങി വരുന്ന കപ്പലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മൾ കപ്പലിൽ തങ്ങേണ്ടതായിട്ടൊക്കെ വരും. പേര് പറയുമോ ഒന്ന്? മോൻ്റെ പേരെന്താ? മുഹമ്മദ് സാഹിദ് കോയ. നമ്മുടെ അഗത്തി ദ്വീപിലെ കോയാസ് ഷോപ്പിൻ്റെ ഓണറുടെ മോന് അല്ലയോ? ഇവൻ നമ്മുടെ ഷെബിയുടെ മോന്. പേരെന്തുവായിരുന്നു? റാജി. ഇയാളുടെ പേരെന്തുവാ? മുഷരിഫുൽ ഹക്ക്. ഇയാളുടെ പേര് മുഹമ്മദ് നവാലുൽ റഹ്മാൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവർ 4 പേരും എന്നോട് ചോദിച്ച് വീഡിയോ എടുക്കാൻ പോവാണോ, ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞ് കൂടെ വന്നേക്കുവാ. ഞങ്ങൾ 4 പേരുടെ 4 നമ്മളിപ്പോൾ 5 പേരുണ്ടല്ലയോ. ഞങ്ങൾ 5 പേരുടെ ജെട്ടി വന്നു. ഇവിടെ വന്നപ്പോൾ കപ്പൽ പോയി അകലേക്ക്. അതേത് കപ്പൽ? അത് മറ്റേ ബാർജല്ലേ? ചരക്ക് കപ്പൽ. അതെ, അത് ചരക്ക് കപ്പൽ. അതിനകത്ത് ഗ്രീസൊക്കെ കാണുമെന്ന് പറഞ്ഞവർ. അങ്ങനെ കവരത്തി, കിൽത്താൻ, ചെത്തിലാത്ത്, ബിത്തിര, കൊച്ചി
ഇവിടെ എല്ലാം പോകേണ്ട ആൾക്കാർ ആ കപ്പലിലുണ്ട് കേട്ടോ. അപ്പം അവരിതേ ദൂരേക്ക് പോയി. നമ്മൾ ഈ നിൽക്കുന്ന സമയം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ദേ കപ്പൽ അങ്ങ് എത്തി കേട്ടോ. അപ്പം ഞാനും ദേ നമ്മുടെ കുഞ്ഞു പിള്ളേരും കൂടെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ദേ ആ ദൂരേന്ന് വരുന്നുണ്ടോ ഇവിടുത്തെ ഒരു ടില്ലറാണ് കേട്ടോ. ടില്ലർ നല്ല രസമാണ് ഈ വണ്ടി കാണാൻ. അപ്പോൾ അവിടെ ബ്രേക്കൊക്കെ ഉണ്ട്. നമസ്കാരം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു തണലുള്ള സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരോട് ഉണ്ടായിരുന്നു. കാരണം എന്തേ ദൂരേന്ന് ഒരു കാർഗോ ഷിപ്പ് വരുന്നുണ്ടോ. ഇത് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടേക്കുമായിരുന്നു നമ്മുടെ മറ്റേ അറേബ്യൻ സീയുടെ കപ്പൽ അടുപ്പിച്ചത് കൊണ്ട്. ഇത് ഇന്നലെ മെനിഞ്ഞാന്ന് അങ്ങനെ എന്തോ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അകത്തിലേക്ക് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കി. ഇനി തിരിച്ച് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ജെട്ടിയിലേക്ക് വന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ലോഡിങ്ങിനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മുടെ അകത്തിലെ പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ കാർഗോ ഷിപ്പ് വന്നു. അതിനിടയ്ക്ക് കുറേ പ്രാവുകളൊക്കെ പറന്നു പോകുന്നു. നല്ലൊരു കാഴ്ചയും കൂടെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ കുറേ പ്രാവുകളുണ്ട്. രാവിലെ സമയമാകുമ്പോഴത്തേക്ക് കുറേ എണ്ണം ഇവിടെ വരും കേട്ടോ. അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ ദിവസമായി രാവിലെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് രാവിലെ ഇങ്ങോട്ട് വരണം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ രാവിലെയൊക്കെ ഇവിടെ ഒരുപാട് പേര് ഫിഷിങ്ങിനായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ മീൻ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പം ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നാലും നല്ല വെയിലാണെങ്കിൽ പോലും തിരിച്ചു പോകാൻ തോന്നത്തില്ല കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്നാലും ഭയങ്കര രസമാണ്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ ഇവിടെ വരുമ്പോൾ ആൾക്കാരുണ്ടാകാറുണ്ട്. കൂടുതലും ഫിഷിങ്ങിനായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ ഫിഷിങ്ങിൻ്റെ ആരെയും കണ്ടില്ല. കാരണം ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. ഷിപ്പുള്ള സമയത്ത് അങ്ങനെ ഫിഷിങ്ങിനായിട്ട് ആരും ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആരെയും കണ്ടില്ല. പിന്നെ വന്നിട്ട് ഇന്ന് ബോട്ടുകാരും ആരും മീനും കൊണ്ട് വരുന്നത് നമ്മൾ കണ്ടില്ല. നമ്മൾ കൂടുതലായിട്ടും വരുന്നത് ആ കാഴ്ചകളൊക്കെ കാണാനാണ്. ഞാൻ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോസ് എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദൂരേന്ന് ഒരു ബോട്ടുകാർ വരുന്നുണ്ടോ. അപ്പോൾ ഇവർ ഞാൻ നിന്ന സമയത്ത് ഇവർ മാത്രമേ വന്നുള്ളായിരുന്നു. പക്ഷേ ഇവർക്ക് ആകെ 2 ചൂരയെ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞതും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോവുകയാണേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് കേട്ടോ. കാരണം ഇവിടെ ആ തണലുള്ള സ്ഥലം കണ്ടോ. അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ കുറേ പേരുണ്ടാവും. അതിനിടയ്ക്ക് ഒരു ഫ്ലൈറ്റ് നമ്മുടെ കാർഗോ ഷിപ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താഴെ കാർഗോ ഷിപ്പും മുകളിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പറന്നു പോകുന്ന കാഴ്ച അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ ലക്ഷദ്വീപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും ഈ റോപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കണ്ട അവർ അപ്പുറത്തെ സൈഡിൽ മുമ്പേ കെട്ടിയ ആൾക്കാരാണ്. അവർ വീണ്ടും അതിനപ്പുറത്തോട്ടും കൂടെ കെട്ടാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീനിന് പോയിട്ട് വന്ന ആരെയും കാണാത്തതിൻ്റെ ഒരു വല്ലാത്ത സങ്കടം നമുക്കുണ്ട്. മീനൊക്കെ വരുന്നതും അത് മേടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നതും ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. വെയിലാണെങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നത്.
ഇപ്പോൾ ഡെയിലി കൊണ്ടുകൊണ്ട് ഇതൊരു ശീലമായി. അപ്പോൾ ആ പോലീസുകാരനായിരുന്നു കേട്ടോ, ആളെന്നോട് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ വെയിൽ കൊള്ളുന്നതെന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിവിടെ ഉച്ച സമയത്ത് വരുന്നുണ്ടല്ലോ, അങ്ങനെ വന്ന് വന്ന് എനിക്കത് ശീലമായി കേട്ടോ. പിന്നെ ഇപ്പം കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിൽ അത്ര നമുക്ക് തോന്നിക്കത്തില്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഈ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം കൊണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ വെയിലൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെന്താ, പിന്നെ നമുക്കിവിടെ വരുന്നത് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേ ഈ ഓടം അപ്പുറത്തെ നമ്മളിപ്പോൾ കണ്ട കാർഗോ ഷിപ്പിലേക്ക് ആളിനെ കയറ്റാൻ വേണ്ടിയിട്ട്, അതായത് 1-2 നമ്മുടെ ലോഡിങ് ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അവർ ഈ കപ്പലിൽ പോയി കയറും ലോഡിങ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഈ ഒരു ഓടത്തിൽ പോയിട്ട് ആ കാർഗോ ഷിപ്പിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ ഷിപ്പിനകത്തും കയറും, പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ ജെട്ടിയിലും ഉണ്ടാവും കേട്ടോ, ലോഡിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കുറച്ച് ആൾക്കാർ ആ കപ്പലിലും കയറും, അതുപോലെ തന്നെ കുറച്ച് പേര് ഇവിടെ നമ്മുടെ ജെട്ടിയിലും ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മുടെ ടില്ലറും അതിനെക്കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദേ വന്നിട്ടുണ്ട് കേട്ടോ. ടില്ലർ കാണാൻ നല്ല രസമില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇത് ഓടിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. ഗിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് നല്ല രസമുണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേക സൗണ്ടും കാര്യങ്ങളുമാണ്. പിന്നെ ഓടിക്കുന്ന കാണാൻ നമുക്ക് ഈസി ആയിട്ട് തോന്നും അത് ഓടിക്കാൻ വേണ്ടി, പക്ഷേ ഇച്ചിരി പാടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ ദ്വീപിലെ ചെറിയ വഴികളിലൂടെ ഈ ടില്ലറൊക്കെ പോകുന്ന കാണാൻ രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ട്രാക്ടറുകളിൽ മറ്റേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനി ലോഡിങ്ങിനുള്ള വേറെ കുറച്ച് ആൾക്കാരൂടെ വരാനുണ്ട്. അവരും എല്ലാം വന്നിട്ട് മാത്രമേ നമ്മുടെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആകാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം വെയിൽ കുറച്ച് കുറവുണ്ട്, എന്നാലും വലിയ കുറവുണ്ടെന്നൊന്നും പറയാനും ഇല്ല. അപ്പം ഞാൻ ദേ ഇവിടെ ആ ഒരു തണൽ സംഭവത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ടില്ലർ ഇനി അടുത്ത സാധനം കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവരെന്തായാലും പോയിട്ട് വരട്ടെ. ഞാൻ എന്തായാലും ദേ തൽക്കാലം നമ്മുടെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ റബീഉൽ അവ്വൽ ഇങ്ങ് അടുത്ത് കേട്ടോ. അപ്പോൾ റബീഉൽ അവ്വലിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദ്വീപിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. റോഡിലൊക്കെ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടേ. ഇവിടെ വർക്കുകളൊക്കെ കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ റോഡിൻ്റെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയുടെ ആ ഒരു റോഡിലും നമ്മുടെ മെയിൻ റോഡിൽ കുറച്ച് ഒരു 2 ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഒരു ദിവസം നമ്മുടെ റോഡ് മൊത്തത്തിൽ നമുക്ക് പോയി കാണാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ റോഡ് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാകുന്നത് ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ നിന്ന് ഇപ്പം ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കൂടിയിട്ട് ഇത് രാത്രി ലൈറ്റ് കത്തുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം നബിദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദ്വീപിലെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവർ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും അവരെ കണ്ടു. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം വലിയ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതായത് റോഡ് കുറച്ച് ലോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ രാത്രി ലൈറ്റ് കത്തുമ്പോൾ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഈ ലൈറ്റ് കാണാൻ പോകുന്നത് തന്നെ ഇവിടെ ഒരു ചടങ്ങായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേയ്സിലൊക്കെ ഈ രാത്രിയിലൊക്കെ എല്ലാവരും വരും ഈ ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി. നടന്ന് വരുന്ന ആൾക്കാരുണ്ട്. അതായത് എല്ലാ റോഡും ടച്ച് ചെയ്ത് നടന്ന് ഈ ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുള്ളൂ. ബാക്കി റോഡുകളിലേക്കൊന്നും നമ്മൾ ഇന്ന് പോയില്ല കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടൊക്കെ കണ്ടോ, ഇവിടൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി. അപ്പോഴേ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാലോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.